നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണ്ണികൃഷ്ണൻ. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ വീട്ടു നമ്പർ ആവശ്യമാണല്ലോ. ആ വീട്ടു നമ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പല ആളുകളും ഈ വീട്ടു നമ്പറിന് വേണ്ടിയിട്ട്, അതായത് വീട് പൂർത്തിയായി കഴിഞ്ഞാൽ ഓടി നടന്ന് പല ആളുകളോടും ചോദിക്കുകയാണ്, എന്താണ് ചെയ്യാൻ, എൻ്റെ വീട്ടു നമ്പറിന് കൊടുക്കാനായോ, എങ്ങനെയാണ്, എന്താണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം കുറച്ച് നിയമങ്ങൾ മാറിയിട്ടുണ്ട്. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളല്ല മാറിയത്, നമ്മൾ കെട്ടിട നമ്പറിന് വേണ്ടി കൊടുക്കുന്ന രീതി അല്പം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കെ സ്മാർട്ട് എന്ന ഒരു ഏകീകരണ സോഫ്റ്റ്വെയറിൽ കൂടി ഓൺലൈൻ വഴിയാണ് കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പണ്ട് കാലത്ത് മുന്നേ നമ്മൾ വീടുകളൊക്കെ പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടാവുക മാനുവൽ പെർമിറ്റ് ആയിരിക്കും. മാനുവൽ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ സീലടിച്ചിട്ട് കിട്ടുക എന്നുള്ളത്. അതിനുശേഷം 2018 ശേഷം 2019 ആ കാലഘട്ടങ്ങളിൽ ഓൺലൈൻ കെട്ടിട പെർമിറ്റുകൾ വന്നു. ഇപ്പോൾ 2025 ഓൺലൈനിൽ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കെ സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ വഴി നമ്മളെ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുമെന്ന നിലയിൽ ആയിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു മാനുവൽ പെർമിറ്റ് ആണ്, അതായത് 2018 ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എടുത്തൊരു പെർമിറ്റാണെന്ന് കരുതുക. അപ്പോൾ ആ പെർമിറ്റിന് 10 വർഷത്തെ കാലാവധിയുണ്ട്. 2028 വരെ നിങ്ങൾക്ക് ആ പെർമിറ്റിന് കാലാവധി ഉണ്ടാവും. പക്ഷേ പുതുക്കണം കേട്ടോ. അന്നൊക്കെ 3-5 വർഷം കൂടുമ്പോഴായിരുന്നു പുതുക്കേണ്ടത്, ഇന്ന് 5 വർഷം കൂടുമ്പോഴാണ് പുതുക്കേണ്ടത്. അപ്പോൾ പുതുക്കി കഴിഞ്ഞാൽ 2028 വരെ നിങ്ങൾക്ക് കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് ഫൈനില്ലാതെ അപേക്ഷിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കെട്ടിട പെർമിറ്റ് അനുസരിച്ച് ആയിരിക്കണം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം കെട്ടിട പെർമിറ്റ് വേറെയും നിർമ്മാണം വേറെയാണെങ്കിൽ ഈ കെ സ്മാർട്ട് വഴി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യം കൂടി പറയാം. അപ്പോൾ ഈ മാനുവൽ പെർമിറ്റ്, സങ്കേതം വഴി കൊടുത്ത പെർമിറ്റ്, അങ്ങനെയൊക്കെയുള്ള പല പെർമിറ്റുകളുണ്ട്. അതെല്ലാം ഇനി കെ സ്മാർട്ട് എന്ന ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ കടമ. ഇതൊക്കെ നിങ്ങളുടെ പെർമിറ്റ് എടുത്ത് തന്ന ലൈസൻസ്ഡ് എഞ്ചിനീയർ ചെയ്തു തരും. പക്ഷേ അതിന് നിങ്ങൾക്കും കൂടി കുറച്ച് അറിവുണ്ടായിരിക്കണ്ടേ, ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ മാനുവൽ പെർമിറ്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളിപ്പോൾ നോർമലി 3-5 വർഷം കൂടുമ്പോൾ പുതുക്കിയിട്ടുണ്ടെന്ന് കരുതുക. ആ പുതുക്കിയ പെർമിറ്റ് മാനുവലായിട്ട് തന്നെയാണ് വരുക. ആ പെർമിറ്റ് നിങ്ങൾ ലൈസൻസ്ഡ് ഏതെങ്കിലും, അതായത് നിങ്ങൾക്ക് പെർമിറ്റ് എടുത്തു തന്ന ലൈസൻസ്ഡ് എഞ്ചിനീയർ വേണമെന്നില്ല. ഏത് ലൈസൻസ്ഡ് എഞ്ചിനീയറെ സമീപിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അത് കെ സ്മാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അത് കെ സ്മാർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിത്തരും. അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന് സംഘടിപ്പിച്ച് കൊടുക്കണം. അതായത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം പെർമിറ്റിൻ്റെ അപേക്ഷ കൊടുക്കുമ്പോൾ പഞ്ചായത്തുകളിൽ മുന്നേ ഒക്കെ 25 രൂപയാണ് അപേക്ഷാ ഫീസ്. ആ അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ രസീതി, അത് എത്ര ആൾക്ക് ഉണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ പെർമിറ്റിൻ്റെ ഫീസ് അടച്ചതിൻ്റെ രസീതി, അതും ചില ആൾക്കാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ കളഞ്ഞു പോയിട്ടുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ 2 രസീതിയും നമ്മൾ ഈ ലൈസൻസ്ഡ് എഞ്ചിനീയർക്ക് കൊടുക്കണം. അഥവാ രസീതി നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളൊരു സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി.
ഇന്ന കാലത്തിൽ ഞാൻ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ രസീത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ പെർമിറ്റിൻ്റെ നമ്പറൊക്കെ നിങ്ങളെ ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടിയ ബിൽഡിംഗ് പെർമിറ്റിൽ ഉണ്ടാവും, എപ്പോഴാണ് അപ്ലൈ ചെയ്തത്, എപ്പോഴാണ് പെർമിറ്റ് പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൊടുത്ത് പിന്നെ പൊസൻ സർട്ടിഫിക്കറ്റ്, അതായത് പുതിയ കൈവച്ച സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളെ പെർമിറ്റ്, ഒറിജിനൽ പെർമിറ്റ്, പിന്നെ ഒറിജിനൽ പെർമിറ്റ് ഡ്രോയിങ്, അതായത് ഒരു സർവീസ് പ്ലാൻ ഉണ്ടാവും, ഒരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാവും, ഒരു യൂട്ടിലിറ്റി പ്ലാൻ ഉണ്ടാവും, ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ 4 ഡ്രോയിങ്ങും അത് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയതായി, അതൊക്കെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം അത് കെ-സ്മാർട്ടിൻ്റെ ഓർഗനൈസേഷൻ പോർട്ടൽ വഴി പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ അയച്ച് അതിനുള്ള പേപ്പർ വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് വേണം. അതായത് അതിൻ്റെ അകത്ത് നിങ്ങളെ പേരിൽ ഒരു സിറ്റിസൺ പോർട്ടൽ, ഒരു അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആ ലൈസൻസ് ഉണ്ടാക്കി തരും. അതിന് വേണ്ടത് നിങ്ങൾ ആധാർ കാർഡും ആ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും. അപ്പോൾ ആ ആധാർ കാർഡ് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആ സിറ്റിസൺ പോർട്ടൽ വഴി ചെയ്യുമ്പോൾ ആ മൊബൈലിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും കൂടി വേണം എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ലൈസൻസിയെ പോയി കണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി കിട്ടും. അത് മാനുവൽ പെർമിറ്റ് ആയാലും ഈ കെ-സ്മാർട്ട് അല്ലാതെ മറ്റേത് പോർട്ടൽ വഴി എടുത്ത പെർമിറ്റ് ആയാലും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ചിലപ്പോൾ ഓരോ പഞ്ചായത്തിലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരക്കനുസരിച്ചിട്ട് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പെർമിറ്റ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അങ്ങനെ സമയം വൈകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പുതിയൊരു സിസ്റ്റം വന്നതാണല്ലോ, അപ്പോൾ അതുമായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിചയം വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഈ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഇമ്പോർട്ട് ചെയ്ത ലൈസൻസിക്ക് മാത്രമേ നിങ്ങളെ കംപ്ലീഷൻ പ്ലാന് സമർപ്പിക്കാനുള്ള അധികാരമുള്ളൂ എന്നല്ല, ആ പോർട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലാണ് വരിക, അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ, മറ്റൊരാൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കിട്ടി. ഇനി നിങ്ങൾക്ക് കെട്ടിട നമ്പറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയല്ല, കെട്ടിടം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കുപ്പൻസി അപേക്ഷ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഒക്കുപ്പൻസി അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ ഇവിടെ ലൈസൻസിൻ്റെ എൻജിനീയറും നിങ്ങൾ മറ്റുള്ള ഡോക്യുമെൻ്റെല്ലാം റെഡിയാണെങ്കിലും സൈറ്റ് റെഡിയാവണ്ടേ? അപ്പോൾ സൈറ്റ് റെഡിയായോ എന്നെങ്ങനെയാണ് മനസ്സിലാവേണ്ടത്? നിങ്ങൾ നിർമ്മിച്ച വീട് അടച്ചുറപ്പുള്ള വീടായിരിക്കണം, അതിന് സെപ്റ്റി ടാങ്കിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കണം, വേസ്റ്റ് പിറ്റിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കണം, മഴവെള്ളക്കുഴിയുടെ വർക്ക് പൂർത്തിയായിരിക്കണം, പിന്നെ വീടിന് എല്ലാം മുഴുവൻ പുറത്തേക്കുള്ള എല്ലാ അടച്ചുറപ്പുള്ള വാതിലുകളും ഘടിപ്പിച്ചിരിക്കണം, പിന്നെ ചുമരിൽ എവിടെയും വെളിയിലേക്ക് ഓപ്പണിംഗ് ഉണ്ടാകാൻ പാടില്ല, എല്ലാത്തിനും ജനലോ ഗ്രിൽസോ അല്ലെങ്കിൽ ഡോറോ വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. പിന്നെ സ്റ്റെയർ കേസ് ഉള്ള വീടുകളാണെങ്കിൽ കൈവരി നിർബന്ധമായിട്ടും ഘടിപ്പിച്ചിരിക്കണം. പിന്നെ സ്റ്റെയർ കേസ് ഉള്ള വീടുകളാണെങ്കിൽ ഒന്നാമത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ ടെറസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ടെറസിന് പാരപ്പറ്റ് ഒരു 90 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്ററെങ്കിലും ഹൈറ്റിൽ പാരപ്പറ്റ് നിർബന്ധമായിട്ടും കെട്ടിയിരിക്കണം. ഹൈറൈസ് ബിൽഡിങ്ങിന് മാത്രമേ 1,20 ഹൈറ്റ് പാരപ്പറ്റിന് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വീട് കെട്ടിട നമ്പറിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ സജ്ജമാകും. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഒരു ടോയ്ലറ്റ്, വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ഒരു ടോയ്ലറ്റും കൂടി വേണം. അപ്പോൾ ഇത്രയും നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ നിങ്ങളുടെ സൈറ്റ് റെഡിയാണ് എന്ന് നിങ്ങൾക്ക്
മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കെട്ടിട നമ്പറിന് നിങ്ങൾ അങ്ങനെ മറ്റുള്ള ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ ലൈസൻസി അപേക്ഷിച്ചു, ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ പോർട്ടൽ വഴിയാണ് വരും. അതായത് ഓർഗനൈസേഷൻ പോർട്ടൽ വഴി അപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ സിറ്റിസൺ പോർട്ടൽ വഴി അതിന് ഒരു വാലിഡേഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ ഈ അപേക്ഷ, അതായത് നിങ്ങളും കൂടി ഇൻവോൾവ്ഡ് ആണ് ഈ അപേക്ഷ കൊടുക്കുന്നതിൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ഓവർസിയർ വന്ന് നിങ്ങളുടെ സൈറ്റ് സന്ദർശിച്ച് അതിൽ എല്ലാം ക്ലിയറാണ്, അതായത് നിങ്ങൾ അപേക്ഷ കൊടുത്ത ആ ഡ്രോയിങ്ങും ഇതുമെല്ലാം താരതമ്യപ്പെടുത്തി അതിൽ വേറെ എന്താ പറയുക വ്യതിചലനമൊന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്യും. സെക്രട്ടറി അത് പഞ്ചായത്തിലുള്ള പേപ്പർ വർക്ക്, സെക്രട്ടറി, ക്ലർക്ക്, സൂപ്രണ്ട്, അങ്ങനെയൊക്കെ ഇൻറ്റേർണൽ പേപ്പർ വർക്ക് ഉണ്ട്. അതൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്രട്ടറി ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ വില്ലേജിൽ പോയിട്ട് വില്ലേജിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഒറ്റത്തവണ നികുതി റവന്യൂ ഒറ്റത്തവണ നികുതി അടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം അതേ സമയം തന്നെ ഒക്കുപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലേബർ സെസ്, ലേബർ വെൽഫെയർ ബോർഡിലേക്ക് അടയ്ക്കേണ്ട ലേബർ സെസ് ഉണ്ട്, അക്ഷയയിൽ പോയിട്ട് ലേബർ സെസ് അടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒക്കുപ്പൻസി കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈസൻസിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയുള്ളത് നിങ്ങൾ സിറ്റിസൺ ലോഗിൻ വഴി ചെയ്യേണ്ടുന്ന കാര്യം മാത്രമാണ്. ലൈസൻസിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ലോഗിനിൽ ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ടാണ് ലൈസൻസിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതായത് ഇനി ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ ലോഗിനിലല്ല, സിറ്റിസൺ ലോഗിനിൽ. അതായത് നിങ്ങൾക്കൊരു അക്കൗണ്ട് എടുത്തു തന്നിരുന്നില്ല KSmartൽ, അതുവഴിയാണ് ഇനി ചെയ്യുന്നത്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് ചെയ്യാം. അക്ഷയയിൽ നിന്ന് കൃത്യമായിട്ടുള്ള സഹായം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസിയെ തന്നെ സമീപിച്ച് അദ്ദേഹം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി, അതായത് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കെട്ടിട നമ്പറിന് വേണ്ടിയിട്ടുള്ള അസസ്മെൻറ്റ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വീടിൻ്റെ പേര് എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ പേര്, അതായത് നിലവിൽ പഴയ പേരിലായിരിക്കുമല്ലോ അഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ പുതിയ അഡ്രസ്സിലേക്ക് മാറാൻ പുതിയ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അസസ്മെൻറ്റ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ വീടിൻ്റെ ടാക്സ് എത്രയാണോ, അതായത് ഓരോ മേഖല തിരിച്ചിട്ടാണ് ടാക്സ് ഒക്കെ വരും. അപ്പോൾ അത് ഒക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ടാക്സ് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് അസസ്മെൻറ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് പഞ്ചായത്തിലേക്ക് വാലിഡേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ടാക്സ് അടക്കാനുള്ള വിളി വരും. അവിടെ പോയിട്ട് അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ട് നിങ്ങൾക്ക് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കെട്ടിട നമ്പർ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇനിയും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇതേ ചാനലിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.